ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കൃഷിപ്പണിയൊക്കെ പറമ്പിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ തണുപ്പുകാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് വെതർ. അപ്പോൾ നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ വീടിൻ്റെ ബാക്ക് യാർഡിലേക്ക് മാറ്റാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ആദ്യം ഞങ്ങൾ മാറ്റുന്നത് ഈ തുളസി ചെടിയാണ്. ഇത് നമുക്ക് വീടിൻ്റെ ബാക്ക് യാർഡിൽ കൊണ്ടുപോയി വെക്കാം. ഇവിടെ തണുപ്പ് കാലം വന്നു കഴിയുമ്പോൾ ഈ ചെടിച്ചട്ടികളെല്ലാം ഞാൻ കൊണ്ടുപോയി വീടിൻ്റെ മുൻവശത്താണ് വെക്കുന്നത്. ഇടയ്ക്ക് ഈ തണുപ്പ് കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഗാരേജിലാണ് വെക്കാറ്. പിന്നെ തണുപ്പ് കഴിയുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചെറിയ ചീനിയാണ് പുറകുവശത്തേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളത്. ഇത് ചെറിയ ഒരു ഓർണമെൻ്റൽ പെപ്പറാണ്. ഇത് റെഡ് കളറിലുള്ള ഓർണമെൻ്റൽ പെപ്പറാണ്. ഇത് അധികം എരിവൊന്നും ഉള്ള പെപ്പറല്ല കേട്ടോ. എന്നാലും ഒരുപാട് ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിറച്ചും ചില്ലി ഉണ്ടാകും. നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. രണ്ട് തരത്തിലുള്ള ഓർണമെൻ്റൽ പെപ്പറുണ്ട്. റെഡ് കളറും ഉണ്ട്, ഓറഞ്ച് കളറും ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെമ്പരത്തി ചെടിയാണ്. ഇനി നമുക്ക് കൃഷി ചെയ്യാൻ ആവശ്യത്തിന് ഫ്ലവർ ബെഡ് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ എല്ലാ ചാക്കുകളും ഫ്ലവർ ബെഡിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അതിനെ ആദ്യമായിട്ട് ഫ്ലവർ ബെഡിലേക്ക് ടോപ്പ് സോയിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സോയിൽ ഒന്ന് കൈവച്ച് നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റ് ചേർത്ത മണ്ണാണ്. അപ്പോൾ ആ കമ്പോസ്റ്റ് ചേർത്ത മണ്ണും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവ നന്നായി കൈവച്ച എല്ലാ സ്ഥലത്തും നിരത്തി കൊടുക്കാം കേട്ടോ. മണ്ണ് കുറച്ച് നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കണേ. ചെടികളുടെ വേര് നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങി പോകാനും പിന്നെ അത് തന്നെയല്ല പുല്ലുകൾ അധികം കിളിർക്കാതിരിക്കാനും മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. പിന്നെ ഈ പൈപ്പ് പോയിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പാണ്. അത് നമുക്ക് ഈ മണ്ണിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.